ക്രിസ്മസ് വെളിച്ചങ്ങളുടെ, നക്ഷത്രങ്ങളുടെ, ചിരികളുടെ, ഓർമ്മകളുടെ, സമ്മാനങ്ങളുടെ കാലം. നിങ്ങൾ ഒരു സമ്മാനം നൽകുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് സമ്മാനം നൽകുന്നത് ചിലപ്പോൾ സമ്മാനം ലഭിക്കുന്നതിലും കൂടുതൽ സന്തോഷം നൽകുന്നത്? ഇന്ന് ക്രിസ്മസ് സമ്മാനം കൊടുക്കലിൻ്റെ ന്യൂറോ സയൻസും മനഃശാസ്ത്രവും അതിൻ്റെ ഹൃദയസ്പർശിയായ മാനസിക ശക്തിയെയും കുറിച്ച് സംസാരിക്കും. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഉള്ളടക്കം ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓരോ സമ്മാനവും നമ്മളുടെ തലച്ചോറിൽ പ്രതീക്ഷയുടെ മായാജാലം സൃഷ്ടിക്കും. സമ്മാനം പൊതിഞ്ഞ് കയ്യിൽ പിടിച്ച് അത് കൊടുക്കാനിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് വരാനിരിക്കുന്ന സന്തോഷം നമ്മൾ മനസ്സിൽ കാണുന്ന നിമിഷം നമ്മളുടെ തലച്ചോർ ഡോപ്പമിൻ എന്ന രാസവസ്തു പുറപ്പെടുവിക്കുന്നു. ഡോപ്പമിൻ പ്രതീക്ഷയും ആവേശവും സൃഷ്ടിക്കുന്ന രാസവസ്തുവാണ്. സമ്മാനം കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നമ്മളുടെ തലച്ചോർ ആഘോഷം തുടങ്ങും. സമ്മാനം കൈമാറുന്ന ആ നിമിഷം നമ്മുടെ തലച്ചോറിലെ മെസോലിംബിക് പാത്വേ സജീവമാകും. ഇതോടൊപ്പം ഓക്സിറ്റോസിൻ അഥവാ ലവ് ഹോർമോൺ പുറത്തു വരുന്നു. ഓക്സിറ്റോസിൻ ബന്ധങ്ങൾ ശക്തമാക്കുന്നു, വിശ്വാസം വർദ്ധിപ്പിക്കുന്നു, ഹൃദയത്തിൽ ഊഷ്മളത നിറയ്ക്കുന്നു. അതുകൊണ്ടാണ് സമ്മാനം നൽകുന്നത് ഇത്രയും മനോഹരമായി തോന്നുന്നത്. നിങ്ങളുടെ ദാനശീലത്തെ നിങ്ങളുടെ തലച്ചോർ തന്നെ പുരസ്കരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം ഈ അനുഭവം ക്രിസ്മസ് സീസണിൽ കൂടുതൽ ശക്തമായി പ്രകടമാകുന്നത് എന്ന് നോക്കാം. ക്രിസ്മസ് ഒരു സാധാരണ ദിനമല്ല. ഇത് ഓർമ്മകളുടെയും സംഗീതത്തിൻ്റെയും കുടുംബ കൂട്ടായ്മകളുടെയും കാലമാണ്. ഈ ഘടകങ്ങളെല്ലാം ചേർന്ന് തലച്ചോറിലെ ലിംബിക് സിസ്റ്റത്തെ അഥവാ ഇമോഷണൽ സെൻറ്ററിനെ സജീവമാക്കും. അതുകൊണ്ട് ക്രിസ്മസിൽ ഒരു സമ്മാനം നൽകുമ്പോൾ നിങ്ങളുടെ തലച്ചോർ പ്രതികരിക്കുന്നത് ആ സമ്മാനത്തോട് മാത്രമല്ല, ആ മുഴുവൻ മാനസിക അന്തരീക്ഷത്തോടു കൂടിയാണ്. ഇനി ഗിഫ്റ്റുകൾ നൽകുന്നത് സമൂഹത്തെ എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്ന് നോക്കാം. മനുഷ്യർ ബന്ധങ്ങൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ഒരു സമ്മാനം നൽകുമ്പോൾ ബ്രെയിനിലെ ടെമ്പറോ പാരിറ്റൽ ജംഗ്ഷൻ സജീവമാകും. ഇത് എമ്പതി, മറ്റുള്ളവർക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിന് സഹായിക്കും. അവരുടെ സന്തോഷം നിങ്ങൾ മനസ്സിൽ കാണുമ്പോൾ ബന്ധങ്ങൾ കൂടുതൽ ആഴപ്പെടും. ക്രിസ്മസ് സമ്മാനങ്ങൾ വെറും വസ്തുക്കൾ മാത്രമല്ല, അത് നൽകുന്നതിലൂടെ നമ്മൾ മറ്റുള്ളവരെ കാണുന്നു, അവരുടെ വില മനസ്സിലാക്കുന്നു, അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സമ്മാനങ്ങൾ നൽകുന്നത് നമ്മളെ മാറ്റുന്ന ഒരു പ്രതിഭാസമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം. ഏത് സംസ്കാരത്തിലും ഏത് വിശ്വാസത്തിലും നൽകൽ അഥവാ കൊടുക്കൽ ഒരു വിശുദ്ധ പ്രവൃത്തിയാണ്. ക്രിസ്മസിൽ ഈ അർത്ഥം കൂടുതൽ ആഴമാകുന്നു. നിങ്ങൾ ഉദ്ദേശത്തോടു കൂടി നൽകുമ്പോൾ തലച്ചോർ സ്വയം കേന്ദ്രിതത്വത്തിൽ നിന്ന് മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് മാറുന്നു. ഇത് തലച്ചോറിലെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് സജീവമാക്കുന്നു. ഇതാണ് തലച്ചോറിൻ്റെ അർത്ഥം, ലക്ഷ്യം, ദീർഘകാല സന്തോഷം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാഗം. നൽകൽ ഒരു നൈമിഷിക പ്രവൃത്തി അല്ല, അത് നിങ്ങളെ രൂപപ്പെടുത്തുന്ന ഒരു ജീവിത ശൈലിയാണ്. നിങ്ങളുടെ സമ്മാനങ്ങൾ വില കൂടിയത് ആകേണ്ടതില്ല, പൂർണ്ണതയുള്ളതും ആകേണ്ടതില്ല. ഉദ്ദേശം, കരുതൽ, സ്നേഹം അതാണ് പ്രധാനമായത്. വലിയ സമ്മാനമോ ചെറിയ സമ്മാനമോ തലച്ചോറിൻ്റെ ദാനശീലത്തെ ഒരേപോലെ തന്നെ ആഘോഷിക്കും. ഈ ക്രിസ്മസിൽ ഹൃദയത്തോടെ നൽകുക, സാന്നിധ്യത്തോടു കൂടി നൽകുക, സന്തോഷത്തോടു കൂടി നൽകുക. നിങ്ങൾ ഓരോ തവണയും നൽകുമ്പോൾ നിങ്ങളുടെ തലച്ചോർ പ്രകാശിക്കും. ആ പ്രകാശത്തിൽ ലോകവും കുറച്ച് കൂടുതൽ പ്രകാശിക്കും. ഈ സന്ദേശം നിങ്ങളെ സ്പർശിച്ചെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നവരുമായി ഇത് പങ്കിടും. ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു.